പറയുന്നത് എന്താന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര നാവാ. അവള് എന്നോട് പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ തുടങ്ങി. ഞാൻ എടുത്ത എന്റെ ലൈഫിലെ തീരുമാനങ്ങളാണ് എന്റെ ഇവിടെ ഇപ്പൊ എത്തിച്ചേക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ചെയ്യണം എങ്കിലേ നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയേക്കുന്നത്. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു, അത് പറയാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നെപ്പോലെ എത്ര പേരുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്നെ പോലെ സ്വയം ഇഷ്ടപ്പെടാതിരുന്ന ആൾക്കാരുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. ചെറുപ്പത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ലൊരു രീതിയിലുള്ള ചൈൽഡ്ഹുഡ് അപ്ബ്രിങ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഞാനായിട്ട് ഞാൻ ജനിക്കേണ്ടായിരുന്നു, അവരായിട്ട് അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കുഞ്ഞിലാണ്, നമുക്കറിയില്ല ഇത് എങ്ങനെയാ ജനിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള സയന്റിഫിക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാനായിട്ട് ജനിക്കണ്ടായിരുന്നു, വേറെ ആളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ആൾക്കാരെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ ലൈഫൊക്കെ അങ്ങനെയാണ്, സുഖമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ അങ്ങനെ വിചാരിച്ച് ഭയങ്കര നെഗറ്റീവ് തോട്ടിന്റെ അങ്ങ് അൾട്ടിമേറ്റ് ലെവലിലായിരുന്നു കാര്യങ്ങൾ. അതൊക്കെ കൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല, എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എൻ്റെ പേര് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എൻ്റെ രൂപം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഫെയറിൻ്റെ അങ്ങനെ പറയല്ല, കളറിൻ്റെ കേസ് പറയല്ല. ഞാൻ കുഞ്ഞിൽ കുറച്ച് നല്ല ഇരുണ്ട കളറായിരുന്നു, കുറച്ചും കൂടി, ഇപ്പോഴും ഇരുണ്ടിട്ടാണ്, കുറച്ചും കൂടി ഇരുണ്ട കളറായിരുന്നു. അത് നമ്മളിങ്ങനെ വെയിലത്തൊക്കെ കറങ്ങിയടിച്ച് നടന്ന് ചിലപ്പം കുഞ്ഞിൽ അങ്ങനെ ആയിരിക്കും, എൻ്റെ ആ ഒരു ജനറ്റിക് ആയിട്ട് കുഞ്ഞിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ വെയിൽ കൊള്ളുന്നില്ലല്ലോ, ഒരു സ്കൂൾ ഒരു +2 ഒക്കെ ആയപ്പോഴത്തേക്ക്. അതൊക്കെ കൊണ്ടായിരിക്കണം ആ ഒരു കളറിൽ കുറച്ച് സ്കിന്നൊക്കെ ഒരു ചേഞ്ചായി വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ കളറില്ല, ഞാൻ ഭയങ്കര കാണാൻ ഭംഗിയില്ല, എനിക്ക് എൻ്റെ പേര് എനിക്കിഷ്ടമല്ല, അതുപോലെ എൻ്റെ സ്വഭാവം എനിക്കിഷ്ടമല്ല. എനിക്ക് ഫസ്റ്റ് ഇഷ്ടമല്ലാത്തത് എൻ്റെ സ്വഭാവമാണ്. ഇതിലെല്ലാത്തിനും വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ഇഷ്ടമല്ലാത്തത് എൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇങ്ങനെ വളരെയധികം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എല്ലാം നമ്മുടെ ഒരു ഇതാണ്, ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ ഞാനിങ്ങനെ ജനിച്ചു പോയി, ഞാനിങ്ങനെ വളർന്നു പോയി, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ മറ്റവരായി ജനിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ടിൻ്റെ എന്താ പറയുക, അങ്ങ് എക്സ്ട്രീം ലെവലിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ റീസൺ എന്തായിരുന്നു എന്ന് എനിക്ക് ശരിക്കും അറിയില്ല ഇപ്പോഴും. ചിലപ്പം ചൈൽഡ്ഹുഡിൽ എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലാതെ വേറെയും കുറേ റീസൺസ് ഉണ്ടാവാം. ഞാൻ അധികം കുഞ്ഞിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കുരുത്തക്കേടും കാര്യങ്ങളൊന്നുമില്ല, ഒരു പാവം കുട്ടിയായിരുന്നു. അങ്ങനെ കൂടുതൽ ആൾക്കാർ സംസാരിക്കില്ല, വഴക്കാക്കില്ല, തല്ലില്ല, തെറി വിളിക്കില്ല, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാവം കുഞ്ഞായിരുന്നു. പാവം കുഞ്ഞായി പിന്നെ വളർന്നു വരുമ്പോഴാണ്, കുറച്ച് വളർന്നു വന്നപ്പോഴാണ് എൻ്റെ നാവിങ്ങി പൊങ്ങാൻ തുടങ്ങിയത്. നാവിങ്ങ് പൊങ്ങാൻ തുടങ്ങി ഇൻ ദ സെൻസ്, നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചാലേ മനസ്സ് കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇത് വെച്ചാൽ, നമ്മളൊരാൾ കുറ്റം പറയുമ്പോഴോ നമ്മളോട് അങ്ങനെ ചെയ്യുമ്പോൾ, എന്താ അങ്ങനെ ചെയ്താലേ, അതെന്താ കുഴപ്പം, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കൂലേ. നമുക്ക് അങ്ങനെ ഒരു പ്രായത്തിൽ എത്തിയാൽ നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങും. എനിക്ക് തോന്നുന്നു നമുക്ക് പീരീഡ്സ് ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ തുടങ്ങുന്നത്. എൻ്റെ കേസാണ് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത്. അതുവരെ ഞാൻ ഭയങ്കര പാവായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനൊക്കെ തുടങ്ങി, അങ്ങനെയായി. അപ്പോഴും എനിക്ക് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള സാധനമേ ഇല്ല. പിന്നെ എന്നാലും ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അവൾക്ക് ഭയങ്കര നാവാ, അവള് അങ്ങനോട് പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ തുടങ്ങി. അപ്പം നമ്മളെ വല്ലാത്ത രീതിയിൽ ആൾക്കാർ മോശമായിട്ട്, കാരണം ആരാണെങ്കിലും, വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനത്തെ രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ, ഞാൻ എന്താ അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാത്ത, ഇത് എൻ്റെ തെറ്റാണോ,
ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ, എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കര വിഷമിച്ചിട്ടും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടും ജീവിക്കണ്ടായിരുന്നു എന്ന് വരെ, അങ്ങനെയൊക്കെ ജനിക്കണ്ടായിരുന്നു, ജീവിക്കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാ, ഞാനൊരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കിടിലാണ്, ഞാൻ കിടിലോസ്കിയാണ് എന്ന് എനിക്ക് അതിന് ശേഷമാണ് മനസ്സിലായത്. കാരണം എന്ത് നല്ല സ്വഭാവാ, ആൾക്കാരോടൊക്കെ എന്ത് നന്നായിട്ടാ ബിഹേവ് ചെയ്യുന്നത്, എന്ത് നല്ല ക്വയറ്റായിട്ടാ സംസാരിക്കുന്നത്, ഞാൻ തന്നെ എന്നെ പൊക്കി പറയുകയാണെ. അതുപോലെ എനിക്ക് മനസ്സിലായി, കാരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചാലേ കിട്ടുള്ളൂ. അതുപോലെ എല്ലാം അവർ നമ്മുടെ തലയിൽ ഇടാൻ നോക്കുമ്പോൾ അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക വേണം. അല്ലാതെ ഇതാ തല എന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് മനസ്സിലായി തുടങ്ങി, ഇത് നല്ല പരിപാടിയാണ്. അതുകൊണ്ട് എന്താ, ഞാൻ പല കാര്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് വിട്ടേക്ക്, അവളെ മൈൻഡ് ചെയ്യണ്ട, ആ ഒരു രീതിയിലായതുകൊണ്ട് കുറേ കാര്യത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിട്ടുണ്ട്, ഒരു എല്ലാം സ്വയം ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എനിക്ക്. പിന്നെ കുഞ്ഞിലെ ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവളുടെ ഏജിനെ വെച്ച് നോക്കുമ്പോൾ അവൾ കുറച്ചും കൂടി മെച്യൂർഡ് ആണെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അന്നേരം അത് എനിക്ക് ഭയങ്കര ബാധ്യതയായിരുന്നു. കാരണം എനിക്കൊരു അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിയായപ്പോൾ നമ്മൾ ആകെ ഞാനും അവളും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ നമ്മളെന്തോ വലിയൊരാളും അവളെന്തോ ചെറുതും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ബിഹേവ് ചെയ്യുക. അപ്പം നമ്മളെല്ലാം നോക്കണം, നമ്മളെല്ലാം ക്ഷമിക്കണം, അങ്ങനെ ഒരു ഇതാണ്. അപ്പം നമ്മൾ കുഞ്ഞു മനസ്സ് തന്നെയാണല്ലോ, ആകെ 2 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ഭയങ്കര എന്താ, അപ്പോഴേ ഞാൻ അങ്ങനെ 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 മെച്യൂരിറ്റി കാണിച്ച് കാണിച്ച് സ്വന്തമായിട്ട് എല്ലാം ചെയ്തും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ആവണം, അങ്ങനെ വേണമെന്ന് ചിന്തിച്ച് 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 ആ ഒരു ഫ്ലോയിൽ വന്നത് കൊണ്ടാവണം ഞാനിങ്ങനെ ഒരു മെച്യൂരിറ്റി എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്ന രീതിയിലേക്ക് എത്തിയത്. ഞാൻ ഞാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല അത്, അതങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഫ്ലോയിൽ അങ്ങ് വന്നതാണ്. എനിക്ക് അങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മെച്യൂരിറ്റി, അങ്ങനെ ആ ഒരു ഇതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന എൻ്റെ സിറ്റുവേഷൻ കാരണം ഞാൻ മെച്യൂർഡായി മാറിയതാണ്. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ആ മെച്യൂരിറ്റി കാണിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ മെച്യൂർഡ് ആയതാണ്. പക്ഷെ ഇതൊക്കെ പിന്നെ എനിക്ക് ആലോചിച്ചപ്പോഴത്തേക്ക്, എനിക്കൊരു ഏജൊക്കെ ആയി, എനിക്കിതൊക്കെ ആലോചിക്കാനും ഒക്കെ വേറൊരാളായി ജനിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ചില്ലേ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മുടെ അച്ഛനും അമ്മയുടെ മോളായിട്ടേ നമ്മൾ ജനിക്കുള്ളൂ, വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങുന്ന ആ ഒരു പ്രായമൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൗഡ് ഫീലിംഗ് ആയി. എന്നോട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്നോട് പറയാൻ തുടങ്ങി, നീ പൊളിയാണ്, നീ കിടിലമാണ്. കാരണം നിനക്ക് അതുകൊണ്ട്, നീ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ടും നീ ഇങ്ങനെയൊക്കെ ഓരോ കാര്യത്തിന് വിഷമിച്ചത് കൊണ്ടും അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് നീ കുറേ സ്ട്രോങ് ആയി, നീ മെച്യൂർഡായി, നിനക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ നമുക്ക് ഓരോ സമയത്ത് നമ്മൾ തോന്നുന്ന നമ്മുടെ കാര്യം, നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഏത് ഫ്ലോയിൽ കൊണ്ടുപോകുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാം നടക്കണം എന്നൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ പഠിച്ചു. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഇല്ല, വേറെ എന്തെങ്കിലും ചെയ്യാനൊരു ആഗ്രഹമായിരുന്നെങ്കിൽ ഞാൻ ആ വഴിക്ക് പോയേനെ. പക്ഷെ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത് തോന്നിപ്പിച്ചത് എൻ്റെ ബ്രെയിനാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ പഠിക്കുക, അങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നെ ആ ഒരു ഫ്ലോയിലേക്ക്. കാരണം നമുക്ക് ഇപ്പോഴത്തെ പോലത്തെ റിസോഴ്സുകളും കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബ്, ആൾക്കാർ പറഞ്ഞു തരാൻ, കരിയറിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആൾക്കാർ, അതുപോലെ അഡ്വൈസേഴ്സ്, യൂട്യൂബ്, ഗൂഗിള്, ഇതൊന്നും ഇല്ല നമ്മൾ വളരുന്ന സമയത്ത്. അപ്പോൾ ഇത് പറഞ്ഞു തരാൻ എങ്ങനെ പോകണം, എന്ത് പോകണം എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ പക്ഷെ എൻ്റെ ബുദ്ധി വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യവും പ്രവർത്തിച്ചത്. 10ാം ക്ലാസ് ആണ് മെയിനായിട്ടുള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞാൽ +2 പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ചു, +2, പിന്നെ ഡിഗ്രി, അങ്ങനെ 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 ആയി. ഞാൻ എടുത്ത എൻ്റെ ലൈഫിലെ തീരുമാനങ്ങളാണ് എൻ്റെ ഇവിടെ ഇപ്പോൾ എത്തിച്ചേക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. കാരണം ഞാനങ്ങനെ ഭയങ്കര ലെവലിലെത്തിയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ ആയി ഇരിക്കുന്നത്. ഞാനൊരു ഹാപ്പി ആയിട്ട് ഞാനിപ്പോൾ ജീവിക്കുന്നതിന് കാരണം ഞാനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം
ഉള്ള കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിൽ എന്നെ ഒട്ടും ഇഷ്ടമല്ലെങ്കിലും ഇപ്പൊ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. നമ്മൾ അത് പറയന്നെ വേണം. ഞാൻ എന്നെ തന്നെയാണ്. നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് എന്നെയാണ് ഇഷ്ടം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ ജനിച്ചതും ഒറ്റക്കാണ്, നമ്മൾ മരിക്കുന്നതും ഒറ്റക്കാണ്, അത്രയും കാലം നമ്മൾ ജീവിക്കുന്നതും ഒറ്റക്കാണ്. കുഞ്ഞിലെ നമുക്ക് അച്ഛനും അമ്മ, നമ്മുടെ സിബ്ലിങ്സ്, വീട്ടുകാർ, നാട്ടുകാർ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർ, കാര്യങ്ങൾ, വീട്ടുകാർ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയൊക്കെ വന്ന് പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒറ്റയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് ആരും വന്ന് ചെയ്യില്ല. നമ്മൾ പഠിക്കേണ്ട നമ്മൾ പഠിക്കണം, നമ്മൾ ജോലി ചെയ്യേണ്ട നമ്മൾ ജോലി ചെയ്യണം, നമുക്ക് ചെയ്യേണ്ട നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആ ഒരു സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമുക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റൂല. അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ആരും വേണ്ട, ഫാമിലി വേണ്ട, ഫ്രണ്ട്സ് വേണ്ട, വീട്ടുകാർ വേണ്ട, നാട്ടുകാർ വേണ്ട, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞില് സ്വയം ഇഷ്ടപ്പെടാതിരുന്ന ആൾക്കാര് പിന്നെ അവര് ഏത് രീതിയിലേക്കാണ് മാറിയത്, പിന്നെ ആ സെൽഫ് ലവ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടോ, അങ്ങനെ എത്ര പേരുണ്ട് എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിൽ നിൽക്കുവാണെങ്കിലും, നിങ്ങളിപ്പം ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, ബോയ് ആണെങ്കിലും, ഗേൾ ആണെങ്കിലും, ആരാണെങ്കിലും, നിങ്ങൾ സെൽഫ് ലവിന് നിങ്ങളുടെ എപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അപ്പം നിങ്ങൾ സന്തോഷത്തിൽ ജീവിച്ചു തുടങ്ങുന്നതാണ്. കാരണം നിങ്ങൾ കുഞ്ഞിലെ സെൽഫ് ലവ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ആരും ആരെയും സ്നേഹിക്കാതിരിക്കുന്നില്ല. നമുക്ക് കുഞ്ഞിലേ നമ്മളെ സ്നേഹിച്ച് തന്നെയാണ് വളരുന്നത്. നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. അത് ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിയതിന് കാരണം നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നു, എനിക്ക് എന്നെയാണ് ഇഷ്ടം, എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാനുണ്ട്, അങ്ങനെ എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം, എനിക്ക് ഇതാണ് സന്തോഷം തരുന്നത്, ആ വഴി ഞാൻ പോകണം. ഇതൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്ത് നിങ്ങൾ അത് എപ്പോഴാണ് നിങ്ങളത് പ്രകടിപ്പിച്ചു തുടങ്ങുന്നത്. നമ്മൾ വേറൊരാളോട് സ്നേഹം കാണിക്കുന്നത് പോലെ നമ്മളോട് തന്നെ നമുക്ക് സ്നേഹമുണ്ട്, അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എങ്കിലേ നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നമ്മൾ ജീവിതം ജീവിക്കുന്നത് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് തോന്നുന്നു, എനിക്ക് ശരിക്കും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്ക് കൂടുതലും എന്നോടുള്ള ആ ഒരു സ്നേഹമാണ്. കാരണം പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയൊക്കെയോ വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം അങ്ങനെ വിഷമായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഉറങ്ങാൻ പറ്റാതെ ഞാൻ എണീറ്റിരുന്ന് ബുക്കൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. പഠിക്കാനൊന്നുമല്ല, പക്ഷെ ഞാൻ എന്നോട് തന്നെ പറയാണ്, നീ പഠിച്ചേ പറ്റുള്ളൂ, നിനക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ, നിനക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോയേ പറ്റുള്ളൂ, ജീവിച്ചേ പറ്റുള്ളൂ എന്നൊരു തോട്ട് വരുന്നിടത്താണ് നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ, നമ്മൾ ജീവിക്കുമ്പോൾ എന്തായാലും ഇനി ജീവിച്ചേ പറ്റുള്ളൂ, ആ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നു അതാണ് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ടൈം അങ്ങനെ ഞാൻ ചിന്തിച്ച് മുന്നോട്ട് വന്നത് കൊണ്ടാണ് എനിക്ക് പിന്നീട് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടത്താനും സന്തോഷിക്കാനും സമാധാനത്തിൽ ജീവിക്കാനും ഒക്കെ പറ്റിയെന്ന് ഞാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആളായാലും, എത്ര വയസ്സുള്ള ഒരാളായാലും, സ്റ്റുഡൻ്റ് ആയാലും, കുട്ടിയായാലും, വലിയ ആളായാലും, ബോയ് ആയാലും, ഗേൾ ആയാലും, ആരായാലും നിങ്ങളെ സ്നേഹിക്കാനുള്ള അവസരം കൊടുത്തേ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്തിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടും, നിങ്ങളുടെ പാർട്ട്ണറോ, നിങ്ങളുടെ ഫാമിലിയോ, നിങ്ങളുടെ ഫ്രണ്ട്സോ, ആരോ ആയിക്കോട്ടെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതിന് നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല. നിങ്ങളോടുള്ള സ്നേഹം കാണിച്ചേ പറ്റുള്ളൂ. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ചിലവർക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കാം സന്തോഷം, അല്ല വേറെ എന്തെങ്കിലും എക്സ്പെൻസീവായ സാധനം വാങ്ങുന്നതായിരിക്കാം സന്തോഷം, ചിലവർക്ക് വേറെ എന്തെങ്കിലും ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കാം സന്തോഷം. ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങളാണ്. നമ്മുടെ സന്തോഷം എങ്ങനെയാണോ അത് നമ്മൾ കണ്ടെത്തി നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങണം. ഞാൻ മുമ്പൊക്കെ ഇത് ചിത്രം വരക്കുമായിരുന്നു, അല്ല ഡാൻസ് ചെയ്യായിരുന്നു, അതാണ് എൻ്റെ സന്തോഷം. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ
അതാണ് നിങ്ങളുടെ സന്തോഷം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നിങ്ങളൊരു അവസരം കൊടുക്കണം. അതിന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫൊക്കെ നല്ല കിടിലമായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കിടിലാണ്, കിടിലോസ്കിയാണ്, സുന്ദരനാണ്, സുന്ദരികളാണ്. എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തിൽ സെൽഫ് ലവ് ചെയ്ത് സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായിട്ട് എൻ്റെ കുറച്ച് കഥകളും കാര്യങ്ങളും നിങ്ങളോട് കുറച്ച് സംസാരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തത്. ഇപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ആരും ഇഷ്ടമില്ലാണ്ട് ഇപ്പം സ്വന്തം ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അത്തരത്തിലുള്ള സെൽഫ് ലവിന് ഇമ്പോർട്ടൻ്റ് എത്രത്തോളം നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ കമൻ്റായി എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് കൂടി നിങ്ങളൊന്ന് കമൻ്റായി അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.